ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡോർസെറ്റ് ട്രാവലോഗിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇറ്റ്സ് ടർട്ടിൽ. ലാസ്റ്റ് പാർട്ട് 1 പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ലാസ്റ്റ് ഇയർ നമ്മളിവിടെ വന്നതാണ് ആൻഡ് വീണ്ടും ഇവിടേക്ക് വന്നതാണ്. ലാസ്റ്റ് ഇയർ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് വന്ന സ്ഥലവും ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എൻ്റെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ 1st വീക്കായപ്പോൾ വന്ന സ്ഥലമാണ് കേട്ടോ. ആൻഡ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഒരു സമയത്ത് സെപ്റ്റംബർ ആദ്യം ആയതുകൊണ്ട് സമ്മറെല്ലാം കഴിഞ്ഞു ഓട്ടം തുടങ്ങുന്ന ഒരു സീസണായിരുന്നു. ആൻഡ് ലോക്ക്ഡൗൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സമയത്ത് എല്ലാവരും അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. 4 മണിക്കൂർ 5 കൊണ്ടാണ്, പിന്നെ 10 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഡേ പാർക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. നമ്മുടെ ടേർട്ടിൽ ഡോറിൽ എത്തി. നമുക്ക് ഈ ഒരു സാധനം എടുക്കാനുണ്ട്. കാര്യം ഞാൻ വാഷ്റൂമിൽ പോയിട്ടോ, പറയേണ്ട കാര്യം സ്കോവിൽ പോയപ്പോൾ ലേഡീസ് വാഷ്റൂമിൽ 4 വാഷ്റൂമിൽ 2 വർക്ക് ചെയ്യണമായിരുന്നു. ഇവിടെ 6 എണ്ണവും വർക്കിംഗ് ആണ്, നല്ലപോലെ ഹൈജീനിക്കും ആണ്. ദാറ്റ് ഇസ് സംതിങ് നൈസ്. അവിടെ തീരെ ശരിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന സംഭവം ഇത് ആക്ച്വലി ഇടുള്ളൂ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതായത് ഈ ഫാമിലിയുടെയാണ്. ഒരു പക്ഷേ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുക. നൈസും നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ബട്ട് നിങ്ങൾ വിഷമിക്കില്ല, കാരണം വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ് അല്ലേ. നമ്മുടെ ഹീലിയം പിടിച്ച് നിന്ന് അപ്പിലെ പോലെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഷ്ടപ്പാടൊക്കെ ആക്ച്വലി. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഫോട്ടോ 1 എന്നുള്ള ഒരു സിൽവർ ഹീലിയം ബലൂൺ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ചാരല്ലേ ഇപ്പം പെയ്ത് തുടങ്ങി. എൻ്റെ മുടിയൊക്കെ നട്ടപ്പോൾ എങ്കിലും ഞാൻ ചെയ്തിട്ടായിരുന്നോ, അതിലൊക്കെ ഒരു തീരുമാനമായിരിക്കും. അടിപൊളി. സോ അതാണ് സ്പിരിറ്റ്. അയ്യോടാ, എല്ലാവരും ആക്ച്വലി തിരിച്ചു വരാണ്. നമ്മൾ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സ്നീക്ക് പീക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ താഴെ എത്തണം. അങ്ങനെ ദൂരെ പൊടിയായിട്ട് ആൾക്കാർ പോകുന്ന കാണുന്നല്ലേ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇന്ന് എത്ര കിലോമീറ്റർ നടന്നു എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, നമ്മളുടെ സ്നീക്ക് പീക്ക് കാണിക്കാൻ. ഓക്കെ, നമ്മൾ ആക്ച്വലി ആദ്യം കാണിക്കേണ്ടത് തമാശ എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ വട്ടം വരുമ്പോ ആരും ഉണ്ടായിരുന്നില്ല. ആരും ഞങ്ങൾ തന്നെ നടന്നു വരിക. ഇപ്പോ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. അത് കാരണം ഫോട്ടോസൊക്കെ ശരിക്കും പോകാൻ കൂടാട്ടോ. എന്തായാലും നോക്കാം. കഴിഞ്ഞ നവംബറിലാണ്, നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ നവംബറിലാണ് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് കേട്ടോ. പോകുമ്പോഴൊക്കെ നമ്മളുടെ ഫോട്ടോയിലൊക്കെ അവർ കയറി നിൽക്കും, നമ്മളോട് ആയൊക്കെ പറയും. അടിപൊളിയാണ് അല്ലേ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. എനിവേസ്, ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ നവംബറിൽ വന്നപ്പോൾ സമ്മറും ഓട്ടമും കഴിഞ്ഞ് വിൻ്ററായി തുടങ്ങിയിട്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ വിൻ്ററിൽ ഈ ഇത്രയും നടക്കലും അതുപോലെ തന്നെ ബീച്ചിലൊന്നും ആൾക്കാർ വരില്ല. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പോൾ സമ്മറിൻ്റെ എൻഡായി തുടങ്ങി. സോ സ്റ്റിൽ പീപ്പിൾ ആർ എൻജോയിങ്. സോ പറഞ്ഞ് ഇവിടം വരെ
ഹീലിയം 1 ബലൂണും പിടിച്ച് നിൽക്കുന്ന ആള് ഇതാ ഓടി പോകുന്നുണ്ട്. ഇതിലൊരു പ്രത്യേക കാര്യം എടുത്ത് പറയും കേട്ടോ. വിശാഖിനെക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. വിശാഖ കാല് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത് എനിക്ക് ഹായ്. It's our first wedding anniversary. So he's holding the 1 balloon. So we thought we'll take a picture in front of the turtle door. Yeah. Thank you so much. That's what he's holding, the helium it is, yeah. So in case if it flies, hopefully it will reach till we get a picture. Fingers crossed. Anyway, see you guys. Take care. Bye bye. സംഭവം എന്താ വെച്ചാലേ, നമ്മൾ ലളിത് കോവിൽ ആ ഒരറ്റത്ത് പോയി ഒന്ന് ഫോട്ടോ എടുത്തില്ലേ, അവിടെ ഈ കപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കപ്പിൾ ഫോട്ടോ എടുത്തു കൊടുത്തത് വിശാഖയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സംസാരിച്ച് വന്നിട്ട് അവർ പോകുന്നു. അപ്പോൾ അവരിവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് അവർ തിരിച്ചു പോകാറായി. അപ്പോൾ അതിനെപ്പറ്റി വിശാഖിയെ ഹീലിയം ബലൂൺ പിടിച്ച് പോകുന്നത് കണ്ടപ്പോൾ ചോദിച്ചതാണ് എന്തൊക്കെയാണ് സംഭവം. എനിവേസ് നമുക്ക് ആക്ച്വലി ഇനിയിപ്പോൾ താഴേക്ക് നല്ലോണം ഇറങ്ങാനുണ്ട്. നമുക്ക് വേഗം ഇറങ്ങാം. ഡൗൺ ഹിൽ ശരിക്കും പറഞ്ഞാൽ കാർ പാർക്കിംഗ് 30 മിനിറ്റ്സ് വാക്കാണ് കേട്ടോ ഇവിടെ വരെ. ജുറാസിക് കോസ്റ്റിലാണ് ഈ അപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ടേർട്ടിൽ ഡോർ കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നത് എൻ്റെ ഹീലിയം കൂടി പോവോ. കഴിഞ്ഞ വട്ടം വന്നത് ഇത് ബർത്ത്ഡേക്കായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ വെച്ചാണ് എനിക്ക് സർപ്രൈസ് വന്നത്. അതെന്ന് പറഞ്ഞാൽ iPhone 11 Pro Max എൻ്റെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതാണ് പ്രചോദനമായത്. പ്രചോദനമല്ല, അതാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സോ ഇവിടുത്തെ പ്രത്യേകത എന്ന് വലിയ പെബിൾസ് ആണ് കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാൻ കുറേ വാരിക്കൊണ്ടുപോയതാണ്. വാരിക്കൊണ്ടുപോയി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് എടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എന്തായാലും അപ്പോൾ കഴിഞ്ഞ വട്ടം ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല ഫോട്ടോസ് കിട്ടിയതാണ്. ഇപ്രാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് എന്തെന്നറിയില്ല. എനിവേസ് നോക്കി നോക്കാം. കണ്ടോ നടക്കും. ട്രൈപോഡ് സെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹീലിയം എൻ്റെ കയ്യിൽ തരാൻ പോവാണെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. ഞാൻ അതിൻ്റെ കൂടെ പൊന്തി പോയില്ലെങ്കിൽ നമുക്ക് അടുത്ത ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ജുറാസിക് കോസ്റ്റിലുള്ള ടേർട്ടിൽ ഡോർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മാൻ ഓഫ് വാർ ബീച്ചും കാണാൻ പറ്റും കേട്ടോ. നമ്മൾ നടന്ന് വരുമ്പോൾ മാൻ ഓഫ് വാർ ബീച്ച് അവിടെ നിന്ന് കണ്ടതാണ്. ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോഴും ആ വഴി എന്തായാലും പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലളിത് കോവിൻ്റെ പോലെ തന്നെ ഈ ടേർട്ടിൽ ഡോറും ഒരു സൈറ്റാണ്. അപ്പോൾ എന്തായാലും എന്താ ഈ കാണുന്നതാണ് നമ്മുടെ ടേർട്ടിൽ ഡോർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒറ്റ നോട്ടത്തിൽ ഇതിനെ കണ്ടപ്പോൾ എന്താണ് തോന്നിയിരുന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾക്കൊരു ഡൈനോസറിൻ്റെ ലുക്ക് ഇതിന് തോന്നിയോ, അതോ ഒരു ആന തുമ്പിക്കൈ ഇങ്ങനെ താഴേക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? വാട്ട് എവർ യു ഫീൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ കുറേ സിനിമയിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുക ഹൗസ്ഫുൾ 3 അക്ഷയ് കുമാർ ആൻഡ് ജാക്വലിൻ അഭിനയിച്ചിട്ടുള്ള ഒരു സോങ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫോട്ടോസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഫോട്ടോ സെറ്റ് ചെയ്യുന്ന ആളാണ് കാണുന്നത് കേട്ടോ. ട്രൈപോഡ് സെറ്റ് ചെയ്യാണ് കറക്റ്റ് ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ നമ്മുടെ വണ്ണൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെതാ കുറേ ആൾക്കാർ കുളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു ഒക്കെ നടക്കുന്നുണ്ട്. അതെന്നൊക്കെ ഇവിടം വരയ്ക്ക് വെള്ളം കയറുന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഈ സാധനങ്ങളൊക്കെ.
നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തെ കുറച്ച് ഫോട്ടോസാണിത്. കണ്ടോ, ആരും ഉണ്ടായിരുന്നില്ല ബീച്ചിൽ, ആരും തന്നെ. അപ്പം ആക്ച്വലി നല്ലൊരു ക്ലൈമറ്റിൻ്റെയും കൂടിയാണ് കേട്ടോ. ഒരു നല്ല രസമുണ്ട്. അവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇവിടെ വന്ന ആൾക്കാരൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ കല്ലുകളെ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. കൊക്കക്കോള എടുത്തോണ്ട് പോയാൽ അവിടെ നാട്ടിൽ കൊണ്ടുപോയിരുന്നു. ഇതിപ്പോൾ അത് പറ്റില്ലല്ലോ. നല്ല ഒരു മിനിറ്റ്, ഞാൻ നല്ല ഭംഗിയുള്ള ഒരെണ്ണം കാണിച്ചത്. എനിക്ക് കുഞ്ഞു കല്ലുകളൊക്കെയാണ് കേട്ടോ. ഇതാ വെള്ളാരങ്കല്ലും എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. ഒരെണ്ണം എന്താ, ഇതിനെ ഞാൻ അതിൻ്റെ അവിടെ തന്നെ പറഞ്ഞു വിടുന്നു. അങ്ങോട്ടൊന്നും എത്തിയില്ല. ഡെർഡൽ ഡോറിൻ്റെ വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞോട്ടം വന്നപ്പോൾ അത്ര നേരം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പതുക്കെ കണ്ടിട്ടേ പോകുന്നുള്ളൂ തീരുമാനിച്ചു. പക്ഷേ അതൊരു അമ്മയ്ക്കും മോൾക്കും ഫോട്ടോ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്താ വ്യൂ അല്ലേ, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാണ്. എത്ര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തു? 2 മണിക്കൂർ ഉണ്ടായിരുന്നു. 2 മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു. മഴ വീണ്ടും ചാരി തുടങ്ങി. അതിന് കുറച്ച് ഇരുട്ടി തുടങ്ങി. അപ്പോൾ ഇനി അപ്പുറത്തെ മറ്റേ നമ്മൾ വരുന്ന സമയത്ത് ഒരു ബീച്ച് കണ്ടല്ലേ, അടിയിലേക്ക് നോക്കിയപ്പോൾ ആ ഒരു ഭാഗത്തുകൂടെ കവർ ചെയ്യണം. പോകാൻ തോന്നുന്നില്ല, എന്നാലും പോയേ പറ്റൂ. ഇനി അടുത്ത വട്ടം വരുമ്പോൾ കാണാം അല്ലേ. അതാ അതാ സ്ത്രീകൾ അതിന് മുകളിൽ ഇരിക്കുന്നുണ്ട്. ബൈ ഡൈഡൽ ഡോർ. ക്യാമറയൊക്കെ പാക്ക് ചെയ്യുന്നു. വണ്ണതാ അവിടെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ഷൂ ഒക്കെ ഇടായിരുന്നു. അതുപോലെ തന്നെ ബാക്ക് പാക്കൊക്കെ ശരിയാക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ഹീലിയം ബലൂൺ പറന്നുപോയി. എങ്ങോട്ടോ പോയെന്ന് ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങോട്ടോ പോയി, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് എവിടെയാണ് പോയിരിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. എന്താ പറയുക, കറക്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പക്ഷെ ഞാൻ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ഈ സംഭവം ഒന്ന് എടുത്താൽ ട്രൈപോഡ് വെച്ചത്. അങ്ങനെ ഞങ്ങൾ ബൂമറാങ്ങൊക്കെ എടുത്ത് അവിടെ നിന്ന് പതുക്കെ തിരിച്ചു. അപ്പോൾ ഇനി അപ്ഹിൽ എന്ന് പറയുന്നത് നമുക്ക് 30 മിനിറ്റ് തന്നെ ഉണ്ട് കാർ പാർക്കിങ്ങിലേക്ക്. പക്ഷേ അതിന് മുന്നേ നമുക്ക് മാൻ ഓഫ് വാർ ബീച്ച് കാണണം. അങ്ങനെ ഞങ്ങൾ ഡെർഡൽ ഡോറിനോട് ബൈ പറഞ്ഞു. മാൻ ഓഫ് വാർ ബീച്ചിലേക്ക് ഇറങ്ങി നടന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട് മാൻ ഓഫ് വാർ ബീച്ച്. നമ്മുടെ ക്രോമറിൻ്റെ ട്രാവലോഗ് വീഡിയോ കണ്ടവർക്കറിയാം. അതിൽ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ടേബിൾ നമ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ഇങ്ങനത്തെ പെയിൻറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ ഒരു കലാപരിപാടി നടത്തിയാലോ. അതൊക്കെ നൈസായിട്ട് ആരും കണ്ടില്ല, ആരും കണ്ടിട്ടില്ലല്ലോ. ഈ ഡോർസെറ്റിലുള്ള എല്ലാ ബീച്ചുകളും, നമ്മൾ ലുൽബർഗ് കോവിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡെർഡൽ ഡോറിലായാലും ഈ മാൻ ഓഫ് വാറിലായാലും എല്ലാ ബീച്ചിലും ഈ അതേ പെബിൾസ് ആണ്. ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെബിൾസ് ഇല്ലേ, അതുപോലെയാണ്. എല്ലാതും കൂടി എടുത്തു പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാതും എടുക്കാൻ പാടില്ലല്ലോ. അതായത് ഇപ്പം നമ്മൾ സ്വിം വെയറൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ല സ്വിം ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷെ സ്വിം വെയർ കൊണ്ടുവന്നിട്ടില്ല. അത് മാത്രമല്ലല്ലോ, സ്വിം വെയർ കൊണ്ടുവന്നാലും സ്വിം ചെയ്യാൻ അറിയണ്ടേ. ശരിക്കും സ്വിം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ സ്വിം ചെയ്യാൻ പറ്റില്ലെന്ന് നോക്കി പോണേ. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും.
ശ്രദ്ധിക്കും. ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്നറിയോ, സ്റ്റാർ ഫിഷ് വല്ലതും വന്ന് എന്താ പറയുക ചത്ത് കിടക്കുന്നുണ്ടോ എങ്കിൽ ഒരു സ്റ്റാർ ഫിഷിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന അതിമോഹമാണ് അവിടെ കാണുന്നത്. അവിടെ കിട്ടിയാ? സീരിയസ്ലി? ഓ മൈ ഗോഡ്, അത് ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്ത സംഭവമല്ല. ഓക്കെ, നമ്മൾ ഇപ്പോൾ വെള്ളമില്ലാത്ത സമയത്താണ് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അടിപൊളിയായിരിക്കും. ബീച്ചിൻ്റെ സൈഡൊക്കെ എന്തെങ്കിലും വല്ല വേസ്റ്റോ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, കടലിൽ നിന്നിങ്ങനെ വന്നിട്ടുള്ള ചെടികളും എന്തൊക്കെയോ സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. അതൊരു സംഭവം പോലും ഇല്ല. അതാണ് ഇത്രയും ഭംഗിയിൽ ഇരിക്കുന്നത്. നമ്മളിന്നിപ്പം ഒരു വേസ്റ്റ് അല്ല, നമ്മളിപ്പോൾ വന്ന് ഒരു ടിഷ്യൂ യൂസ് ചെയ്തു, അപ്പോൾ തന്നെ നമ്മളതെടുത്ത് ഒരു വേസ്റ്റ് ആകില്ലോ, അല്ലെങ്കിൽ പിന്നീട് ഡിസ്പോസ് ചെയ്യാൻ നിൽക്കണം. അപ്പം എന്ത് ഭംഗിയാ അല്ലേ? എല്ലായിടത്തും അങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് രസമായിരിക്കും. ആ ഓക്കെ, ഉണ്ടോ കല്ല് ഉണ്ടോ? Please take your rubbish away from the beach today. 99% will. You can make it 100%. Respect, protect, collect. No rubbish here. Recycling and general waste bins in part 1. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന അതേപോലെ തന്നെ ഇനി മുകളിലേക്കും കയറാനുണ്ട്. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഞാൻ നല്ലോണം ടയർഡായ കാരണം ഒരാളെനിക്ക് ഒരു കൈസഹായത്തിന് മുന്നിൽ നടന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ എന്താ പറയുക മുകളിലേക്ക് കയറി. ഇനി മുകളിൽ നിന്നും നമുക്ക് കുറേ നടക്കാനുണ്ടേ. ഇത്ര ദൂരം വന്നു, ഇനി ഇത്ര അവിടെ. We can do it. Come on. അങ്ങനെ നമ്മൾ കാർ പാർക്കിലെത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വെൽവെറ്റ് കോവിൽ നിന്ന് നടന്നിട്ടൊക്കെ ആൾക്കാർ ഈ ഡേർട്ടിൽ ഡോറിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വരാനുള്ള വഴിയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആകെ 35 മിനിറ്റ്സ് എടുക്കുള്ളൂ നമ്മുടെ ഡേർട്ടിൽ ഡോറിൽ നിന്ന് വെൽവെറ്റ് കോവിലേക്കും, അല്ലെങ്കിൽ വൈസ് വേഴ്സ. അപ്പോൾ എന്തായാലും നമുക്കൊരു നല്ലൊരു ഹൈക്കിംഗ് ഒക്കെ വേണ്ട ഒരു ദിവസം ശരിക്കും വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ ഡോർസെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ എന്തായാലും ഡോർസെറ്റ് ട്രാവലോഗ് ഇവിടെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കഴിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.